Hi my dear students, good morning. This is Fawshiba PKM, Assistant Professor, Department of Management Studies. ഞാൻ ഇന്നലെ നിങ്ങൾക്കൊരു വീഡിയോ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഹിഗ്സിയൻ ഡീകമ്പോസിഷൻ ഓഫ് പ്രൈസ് ഇഫക്റ്റ് ഇൻടു ഇൻകം ഇഫക്റ്റ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് എന്ന ടോപ്പിക്കിൻ്റെ ഒരു പ്രയർ വീഡിയോ. ദയവേത് ആ വീഡിയോ കാണാത്തവർ ഈ വീഡിയോ കാണരുത്. അത് കണ്ട് അതിലെ ടേംസും കോൺസെപ്റ്റ്സും നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ അത് കാണാത്ത വല്ലവരുണ്ടെങ്കിൽ ആദ്യം അത് കണ്ട് അതിനുശേഷം അതിലെ കോൺസെപ്റ്റ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇത് കാണുക. ഓക്കെ, അപ്പോൾ ഇത് കുറച്ചൊരു വലിയ കോൺസെപ്റ്റാണ്, ഒരു വലിയ ഏരിയ ആണ്. പക്ഷെ അത്രയൊന്നുമല്ല, സിമ്പിളാണ് സംഭവം, ഏറ്റവും സിമ്പിളാണ്, മനസ്സിലാക്കിയാൽ ഏറ്റവും സിമ്പിളായൊരു സംഭവമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഹിഗ്സിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹിഗ്സിയൻ ആൻഡ് അലൻ കേട്ടോ, രണ്ട് പേരും കൂടി ചേർന്നുകൊണ്ടാണ് ആക്ച്വലി ഈ ഒരു പ്രൈസ് ഇഫക്റ്റിൻ്റെ ഡീകമ്പോസിഷൻ ഇഫക്റ്റ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് പ്രൈസ് ഇഫക്റ്റ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇൻകം ഇഫക്റ്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹം ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഫോൾ ചെയ്യുന്നതിലൂടെ, കുറയുന്നതിലൂടെ ഉണ്ടാകുന്ന ഇഫക്റ്റിനെ ഇൻകം ഇഫക്റ്റായിട്ടും സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റായിട്ടും രണ്ടാക്കി സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ആ സെപ്പറേഷനെ ഡീകമ്പോസിഷൻ എന്നാണ് പറയാം. പ്രൈസ് ഇഫക്റ്റിനെ എന്ത് ചെയ്തിരിക്കുന്നു, ഇൻകം ഇഫക്റ്റായിട്ടും സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റായിട്ടും കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, വെൻ പ്രൈസ് ഫോൾസ്, ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കുറഞ്ഞാൽ ദ ഡിമാൻഡ് ഓഫ് നോർമൽ ഗുഡ്സ് ഇൻക്രീസസ്. ആ പ്രൊഡക്റ്റ് നോർമൽ ഗുഡാണ്. നമ്മളിപ്പോൾ ഹിഗ്സിയൻ ഡീകമ്പോസിഷനിൽ പ്രധാനമായിട്ടും നോർമൽ ഗുഡ്സിനെ കുറിച്ചാണ് പറയുന്നത്. നോർമൽ ഗുഡ്സിൻ്റെ പ്രത്യേകത എന്താണ്? പ്രൈസ് കുറഞ്ഞാൽ ഓഫ് കോഴ്സ് നമ്മളത് കൂടുതൽ കൺസ്യൂം ചെയ്യും. അപ്പോൾ ഏതിൻ്റെ പ്രൈസാണ് കുറയുന്നത്? നമ്മൾ ആദ്യം വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഡിമാൻഡ്, രണ്ട് പ്രൊഡക്റ്റിനെ കുറിച്ചാണല്ലോ നമ്മൾ പറയുന്നത്. രണ്ട് പ്രൊഡക്റ്റ്, നമ്മൾ ഓറഞ്ചും ആപ്പിളും തന്നെ എടുക്കാം. തൊട്ട് മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള അതേ എക്സാമ്പിൾ, ആ എക്സാമ്പിളിൽ ആപ്പിളും ഓറഞ്ചും പറഞ്ഞിരുന്നു. ആപ്പിളിന് 100 റുപ്പീസും ഓറഞ്ചിന് 50 റുപ്പീസുമാണുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആപ്പിളിൻ്റെ വില 100-ൽ നിന്നും 75-ഓ 50-ആയോ കുറയുമ്പോൾ നോർമൽ കേസിൽ ഒരു നോർമൽ കൺസ്യൂമർ വേണമെങ്കിൽ എന്താണ് ചെയ്യുക? ഓറഞ്ചിൻ്റെ കൺസംഷൻ കുറച്ചായാലും കുഴപ്പമില്ല, വില കോസ്റ്റ്ലിയർ എന്ന് ഉദ്ദേശിച്ചിരുന്ന നമ്മളുടെ ആപ്പിളിനെ കൂടുതൽ വാങ്ങാനാണ് ശ്രമിക്കുക. അങ്ങനെ നമ്മളുടെ ഡിമാൻഡിനെ പ്രൈസിൻ്റെ ഇഫക്റ്റ് കൊണ്ട് മാറ്റി ഒരു പ്രൊഡക്റ്റിൽ നിന്നും വേറൊരു പ്രൊഡക്റ്റിലേക്ക് സ്വിച്ച് ചെയ്യുന്നതിനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ പ്രൈസ് കുറയുമ്പോൾ നോർമൽ ഗുഡ്സ് കൂടുതൽ നമ്മൾ കൺസ്യൂം ചെയ്യും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് എന്ന് പറയാം. നമ്മൾ നേരത്തെ വീഡിയോയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ദെൻ പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ് സംഭവിക്കുക അതും ഞാൻ പറഞ്ഞിട്ടുണ്ട്. മണി ഇൻകവും റിയൽ ഇൻകത്തിൻ്റെ കാര്യം. പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ഇൻകത്തിന് ഒരു ചേഞ്ചും ഇല്ല. ബട്ട് പ്രൈസ് കുറഞ്ഞാൽ നമ്മുടെ പർച്ചേസിങ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യും. ആ പർച്ചേസിങ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനാണ് റിയൽ ഇൻകം ഇൻക്രീസ് ചെയ്യുക എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ആ റിയൽ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിമാൻഡ് ഓഫ് നോർമൽ ഗുഡ്സിൻ്റെ റിയൽ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻകം ഇഫക്റ്റും എന്നും പറയുന്നത്. അപ്പോൾ റിയൽ ഇൻകം ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ബൈ മോർ ക്വാണ്ടിറ്റി ഓഫ് ആപ്പിൾ. ആ എക്സാമ്പിൾ വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ആപ്പിളിൻ്റെ പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ ആപ്പിൾ എനിക്ക് എന്ത് ചെയ്യാം, കൂടുതൽ കൺസ്യൂം ചെയ്യാം. ബട്ട് എൻ്റെ എന്ത് ഇൻകത്തിന് മാറ്റമില്ല? മണി ഇൻകത്തിന് മാറ്റമില്ല. ഏത് ഇൻകത്തിനായിരിക്കും മാറ്റം ഉണ്ടാവുക? എൻ്റെ റിയൽ ഇൻകത്തിനാണ് മാറ്റം ഉണ്ടാവുക. അല്ലെങ്കിൽ എൻ്റെ ബൈയിങ് കപ്പാസിറ്റി, പർച്ചേസ് കപ്പാസിറ്റിയാണ് ഇൻക്രീസ് ചെയ്യുന്നത്. ഇതാണ് ഇപ്പം തന്നെ പ്രൈസ് കുറഞ്ഞപ്പോൾ രണ്ട് ഇഫക്റ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇനി ഇത് അദ്ദേഹം എന്ത് ചെയ്യാൻ പോവാണ്, പ്രൂവ് ചെയ്ത് തരാൻ പോവാണ്.
Then as a result, price falls, the demand of normal goods increases. As a result, both the substitution effect and income effect. പ്രൈസ് കുറഞ്ഞപ്പോൾ എന്തൊക്കെ രണ്ട് ഇഫക്റ്റും ഉണ്ടായി, ഇൻകം ഇഫക്റ്റും ഉണ്ടായി, സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റും ഉണ്ടായി. ഈ ദ total increase in demand happen in two ways due to substitution effect and income effect. Thus, price effect is equal to substitution effect SE. ഇനി ഒരുപാട് സ്ഥലത്ത് നമ്മൾ ഇത് ഉപയോഗിക്കാൻ പോകുന്നുണ്ട്. പ്രൈസ് ഇഫക്റ്റ് PE ഈക്വൽ ടു സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് പ്ലസ് ഇൻകം ഇഫക്റ്റ്. ഇനി ഇതിനെ പ്രൂവ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹം J.R. Hickson എന്നാണ് ഒറിജിനൽ പേര്. J.R. Hickson ഹാസ് സെപ്പറേറ്റഡ് ദ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ആൻഡ് ഇൻകം ഇഫക്റ്റ് ഫ്രം ദ പ്രൈസ് ഇഫക്റ്റ് ത്രൂ കോമ്പൻസേറ്റിംഗ് വേരിയേഷൻ ഇൻ ഇൻകം. അദ്ദേഹം ഈ റിയൽ ഇൻകത്തിൻ്റെ വേരിയേഷൻ ഉണ്ടായിട്ടില്ലേ, റിയൽ ഇൻകം പ്രൈസ് ചേഞ്ചിൻ്റെ മുന്നേ ഉള്ളൊരു ഇൻകം ഇഫക്റ്റും പ്രൈസ് ചേഞ്ചിന് ശേഷമുള്ളൊരു ഇൻകം ഇഫക്റ്റും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് കോമ്പൻസേറ്റിംഗ് വേരിയേഷൻ ഇൻ ഇൻകം എന്ന് പറയുന്നത്. അത് നമ്മൾ ഇപ്പോൾ പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. അത് നമുക്കൊരു പിക്ചറിൻ്റെ സഹായത്തോടു കൂടി വരയ്ക്കാം. പിക്ചർ കണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഇതാണ് നമ്മളെ ഡയഗ്രാം. കാണുമ്പോൾ ആകെ ചക്ക കുഴഞ്ഞ പോലെ ഇരിക്കുന്നുണ്ട് അല്ലേ, കണ്ടിട്ട് ടെൻഷൻ ആവണ്ട. ഈ പിക്ചറിൽ നോക്കി നോക്കൂ. ഈ പിക്ചറിൽ AB എന്ന് പറയുന്ന ഒരു ബഡ്ജറ്റ് ലൈൻ ഉണ്ട്. അത് പിന്നീട് AC ആയിട്ട് റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീട് അത് A1 ആയിട്ട് C1 ആയിട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ IC1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഡിഫറൻസ് കർവ് ഉണ്ട്. IC2 എന്ന് പറയുന്ന വേറൊരു ഇൻഡിഫറൻസ് കർവ് ഉണ്ട്. E എന്ന് പറയുന്ന ഒരു ഇക്വിലിബ്രിയം ഉണ്ട്. E1 എന്ന് പറയുന്ന ഇക്വിലിബ്രിയം, E2 എന്ന് പറയുന്ന ഇക്വിലിബ്രിയം ആകെ കൂടില്ലേ. ദെൻ ആദ്യം കാണിച്ചിട്ടുള്ള AB എന്ന് പറയുന്ന ഈ ബഡ്ജറ്റ് ലൈനിനെ ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നു. ദെൻ രണ്ടാമത് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ള A1 C1 എന്നതിൻ്റെ നേരെ കോമ്പൻസേറ്റഡ് ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നു. ദെൻ എക്കും AC-ക്കും ഇടയിലുള്ള ഈ ഒരു ഭാഗത്തെ കോമ്പൻസേറ്റിംഗ് വേരിയേഷൻ ഇൻ ഇൻകം എന്ന് പറയുന്നു. ഇതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. ഇതിങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഇത് പെട്ടെന്ന് വരച്ചെടുക്കാനോ മനസ്സിലാക്കാനോ കഴിയില്ല. അപ്പോൾ ബോർഡ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മളിത് കൃത്യമായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വരച്ചേനെ. അപ്പം അത് വരയ്ക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് നമ്മൾ വരയ്ക്കുന്നത്. ഒരു കൺസ്യൂമർ, ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൻ്റെ തുടർച്ചയായിട്ട് എടുക്കാം കേട്ടോ. ഇവിടെ AB എന്ന് പറയുന്ന ബഡ്ജറ്റ് ലൈൻ ഉണ്ട്. ഞാൻ ഫൗഷിബയാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ 1 വീക്കിൽ ഞാൻ 500 റുപ്പീസാണ് സ്പെൻഡ് ചെയ്യുന്നത്. കമ്മോഡിറ്റി X എന്ന് പറയുന്നത് നിങ്ങൾ എന്തായിട്ട് എടുത്തോളൂ, ആപ്പിളായിട്ട് എടുത്തോളൂ. കമ്മോഡിറ്റി Y എന്ന് പറയുന്നത് ഓറഞ്ചായിട്ട് എടുത്തോളൂ. ഞാൻ 500 രൂപയുടെ ബഡ്ജറ്റ് ലൈനാണ് ഈ കാണുന്നത്. ദെൻ എൻ്റെ സാറ്റിസ്ഫാക്ഷൻ 500 രൂപയ്ക്ക് ഞാൻ ആദ്യം പ്രൈസ് ആപ്പിൾ എന്ന് പറയുന്നത് 100 രൂപ kg, കമ്മോഡിറ്റി Y ഓറഞ്ച് എന്ന് പറയുന്നത് 50 റുപ്പീസ് kg. ഓക്കെ, അത് വെച്ചുകൊണ്ട് ഞാൻ ആദ്യത്തെ ഇന്നലെ പറഞ്ഞ എക്സാമ്പിളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 kg ഓഫ് ആപ്പിളാണ് ഞാൻ 1 വീക്ക് വാങ്ങുന്നത്. ദെൻ 6 kg ഓഫ് ഓറഞ്ചുമാണ് ഞാൻ വാങ്ങിക്കൊണ്ടിരുന്നിരുന്നത്. അതാണ് ഈ കാണിച്ചിട്ടുള്ളത് കേട്ടോ. OY ഞാനിവിടെ എനിക്ക് കിട്ടിയിരുന്ന സാറ്റിസ്ഫാക്ഷൻ IC1. ഓക്കെ, 500 രൂപയ്ക്ക് എനിക്ക് IC1 സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിരുന്നു. അപ്പോൾ എൻ്റെ ബഡ്ജറ്റ് ലൈനും ഇൻഡിഫറൻസ് കർവും തമ്മിൽ ടച്ച് ചെയ്യുന്ന ഈ പോയിന്റിനെ ഇക്വിലിബ്രിയം പോയിന്റ് എന്നാണ് പറയുക. അപ്പോൾ എനിക്ക് കിട്ടിയിരുന്ന സാറ്റിസ്ഫാക്ഷൻ ഈ പോയിന്റാണ്, പോയിന്റ് ഇക്വിലിബ്രിയം പോയിന്റ്. ആ ഇക്വിലിബ്രിയം പോയിന്റിൽ ഞാൻ OY ക്വാണ്ടിറ്റി, ഈ OY ക്വാണ്ടിറ്റി ഞാൻ എൻ്റെ എക്സാമ്പിളിൽ എന്ത് പറയുന്നു, 6 kg ഓഫ് ഓറഞ്ചും OQ ക്വാണ്ടിറ്റി 2 kg ഓഫ് ആപ്പിളും വാങ്ങി ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ്. ആദ്യം മനസ്സിലാക്കേണ്ടത് കമ്മോഡിറ്റി Xും കമ്മോഡിറ്റി Yയും ആപ്പിളും ഓറഞ്ചും എന്താണ്, നോർമൽ ഗുഡ്സ് ആണ്.
ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? അപ്പോൾ ഈ ഒരു പിക്ചറിനെ നമ്മൾ ഇനി എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക? ഈ പിക്ചറിൽ there are two products, commodity X and commodity Y. Both goods are normal goods, and AB is the budget line and IC1 is the indifference curve. When AB tangent with AC, a point E, equilibrium point E, at equilibrium point E, OY, the consumer, consumer enjoys OY quantity of commodity Y and OQ quantity of commodity X. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പിക്ചറിൽ നമ്മൾക്ക് ആദ്യം മനസ്സിലാക്കാനുള്ളത്. ഓക്കെ, ഈ പിക്ചറാണ് നമ്മളിനി ഈ പിക്ചറാണ് ഇനി ഇതാക്കി വരയ്ക്കാൻ പോകുന്നത്. ഇവിടെയാണ് എല്ലാ ഇഫക്റ്റും നടന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ് ഈ സ്ക്രീനിൽ കാണുന്നത്. ഒന്നില്ലെങ്കിൽ പോസ് ചെയ്തിട്ട് എഴുതിയെടുക്കുക, അല്ലെങ്കിൽ ഇത് കുറേ പിക്ചറായിട്ടൊന്നും നിങ്ങൾ ഈ കുറേ പിക്ചറായിട്ടൊന്നും നിങ്ങൾ വരച്ചെടുക്കണ്ട. വരയ്ക്കണതിൻ്റെ സ്റ്റെപ്പ് ഇതാണെന്നേ ഉള്ളൂ. നിങ്ങൾ ക്ലാസ് കേൾക്കുന്നതിനനുസരിച്ചിട്ടോ പോസ് ചെയ്തിട്ടോ ഇത് വരച്ചെടുക്കുക. ഇങ്ങനെയാണ് വരച്ചെടുക്കേണ്ടത്. ഓക്കെ, സ്റ്റെപ്പാണെന്നേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ആദ്യം ഇതാണ് എഴുതേണ്ടത്. Two commodities X and Y, both are normal goods. X ആക്സിസിലും Y ആക്സിസിലും കൊടുത്തിരിക്കുന്നു. AB ബഡ്ജറ്റ് ലൈൻ ആണ്. അവിടെ ഇനീഷ്യൽ ആയിട്ടുള്ള ഇൻഡിഫറൻസ് കർവ് IC1നെ ബഡ്ജറ്റ് ലൈൻ ടാൻജന്റ് ചെയ്തപ്പോൾ പോയിന്റ് E ഉണ്ടായി. ആ പോയിന്റ് E ആണ് എന്തെന്ന് പറഞ്ഞത് ഇക്വിലിബ്രിയം പോയിന്റ്. അവിടെ ആ കൺസ്യൂമർ എന്ത് ചെയ്യുന്നുണ്ട്? OQ ക്വാണ്ടിറ്റീസ് ഓഫ് ആപ്പിളും ആൻഡ് OY ക്വാണ്ടിറ്റീസ് ഓഫ് ഓറഞ്ചും വാങ്ങി സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇരിക്കുകയാണ്. ഓക്കെ, ദെൻ വാട്ട് ഹാപ്പൻഡ്? പെട്ടെന്ന് എന്താ സംഭവിച്ചെന്നറിയോ? പ്രൈസ് ഓഫ് എക്സ്, കമ്മോഡിറ്റി എക്സ് ഫോൾസ്. പ്രൈസ് ഓഫ് എക്സ് കുറഞ്ഞു. എക്സിൻ്റെ പ്രൈസ് കുറഞ്ഞാൽ എന്താ സംഭവിക്കുക? പ്രൈസ് ഇഫക്റ്റ്. വേഗം ആലോചിക്കുക. എനിക്കിവിടെ ഇംഗത്തിന് ഒരു മാറ്റമില്ല. എനിക്കിപ്പോഴും എൻ്റെ കയ്യിൽ 500 രൂപ തന്നെ ഉള്ളൂ. ഓക്കെ, ഇംഗത്തിന് ഒരു ചേഞ്ചും ഇല്ല. എൻ്റെ ആപ്പിൾ കമ്മോഡിറ്റി എക്സ് ആയ ആപ്പിളിൻ്റെ വില 100 രൂപയിൽ നിന്ന് 50 രൂപയായി കുറഞ്ഞു. ആപ്പിളിൻ്റെ ചാകരയാണ്. ഓക്കെ, 50 രൂപയായി കുറഞ്ഞപ്പോൾ ആസ് എ കൺസ്യൂമർ ഞാൻ ഹാപ്പിയായി. ഐ ക്യാൻ ബൈ മോർ ക്വാണ്ടിറ്റീസ് ഓഫ് ആപ്പിൾ അല്ലേ? അപ്പോൾ ഞാൻ ഹാപ്പിയായി. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂടുതൽ ക്വാണ്ടിറ്റീസ് ഓഫ് ആപ്പിൾ വാങ്ങാൻ പറ്റും. അപ്പോൾ എൻ്റെ പ്രൈസ് കുറഞ്ഞാൽ, കമ്മോഡിറ്റി എക്സിൻ്റെ പ്രൈസ് കുറഞ്ഞാൽ എന്താ? കമ്മോഡിറ്റി എക്സിൻ്റെ പ്രൈസ് മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ. പ്രൈസ് കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? എൻ്റെ റിയൽ ഇൻകം ഇൻക്രീസ് ചെയ്യും, അല്ലെങ്കിൽ എൻ്റെ പർച്ചേസിങ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യും, ബൈയിങ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യും. സോ ദ ഒറിജിനൽ AB ബഡ്ജറ്റ് ലൈൻ റൊട്ടേറ്റഡ് ടു AC. അപ്പോൾ വീണ്ടും നിങ്ങൾ വേഗം എന്ത് ചെയ്യുക? ഒരു AC എന്ന് പറയുന്ന ബഡ്ജറ്റ് ലൈൻ. എൻ്റെ ബഡ്ജറ്റ് ലൈൻ റൊട്ടേഷൻ എപ്പോഴാണ് ഉണ്ടാവുന്നത്? ഒരിക്കലും ഷിഫ്റ്റ് അല്ല. ഷിഫ്റ്റ് എപ്പോഴേ ഉണ്ടാവുള്ളൂ? ഇൻകം കൂടുമ്പോഴേ ഉണ്ടാവുള്ളൂ. ബഡ്ജറ്റ് ലൈൻ റൊട്ടേറ്റ് ചെയ്യുക പ്രൈസ് ഇഫക്റ്റ് കൊണ്ടാണ്. ABയിൽ നിന്നും AC ഒരു റൊട്ടേഷൻ ഉണ്ടായി. ഓക്കെ, റൊട്ടേഷൻ ഉണ്ടായപ്പോൾ വേറെ ഇക്വിലിബ്രിയം വന്നു. ഇവിടെ നോക്കി നോക്കൂ. ഞാൻ മുന്നേ എനിക്ക് 2 kg 100 രൂപയായിരുന്നു. അപ്പോൾ 2 kg ആപ്പിളാണ് വാങ്ങാൻ കഴിഞ്ഞിരുന്നത്. ഇപ്പോൾ 50 രൂപയായി കുറഞ്ഞപ്പോൾ എനിക്ക് 4 kg ആപ്പിൾ മേടിക്കാൻ പറ്റി. അതാണ് എൻ്റെ ബഡ്ജറ്റ് ലൈൻ ഇവിടെ കാണിച്ചു. ഓഫ് കോഴ്സ് എൻ്റെ 2 കിലോനേക്കാൾ കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ എനിക്ക് കിട്ടി. എനിക്ക് പുതിയ ഇൻഡിഫറൻസ് കർവ് വന്നു. കണ്ടോ? പുതിയ ഇൻഡിഫറൻസ് കർവ് വന്നാൽ എനിക്ക് എന്താണെന്ന് അർത്ഥം? പുതിയ ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായത്. എൻ്റെ ബഡ്ജറ്റ് ലൈൻ എന്ത് ചെയ്തിട്ടുണ്ട്? റൊട്ടേറ്റും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു E1 എന്ന് പറയുന്ന പുതിയ ഇക്വിലിബ്രിയം ഉണ്ടായി. ദാറ്റ് മീൻസ് AC tangent with IC2. Okay, the new equilibrium point E1 because of what? Because of price effect. അപ്പോൾ എനിക്ക് എന്താ സംഭവിച്ചത്? അതിൻ്റെ നേരെ താഴെ എത്ര ക്വാണ്ടിറ്റി? ആദ്യം OQ ആണ് 100 രൂപയാകുമ്പോൾ എനിക്ക് വാങ്ങാൻ പറ്റിയിരുന്നത്. പ്രൈസ് കുറഞ്ഞപ്പോൾ എനിക്ക് OQ1 ക്വാണ്ടിറ്റി. ഇവിടെ മുതൽ ഇവിടം വരെ എനിക്ക് കൂടുതൽ മേടിക്കാൻ പറ്റി ബിക്കോസ് ഓഫ് പ്രൈസ് ഇഫക്റ്റ്. കേട്ടോ, PE എന്ന് എഴുതിയിട്ടുള്ളത്
ക്യൂവിൽ നിന്നും Q1ലേക്ക് എൻ്റെ ഇഫക്റ്റ് ക്വാണ്ടിറ്റി കൂടുതൽ വാങ്ങാൻ പറ്റി. അപ്പോൾ ഇതെന്താണെന്ന് പറഞ്ഞിട്ടുള്ളത്? പ്രൈസ് ഇഫക്റ്റ് ആണ്. ഇനി വേറൊരു കാര്യം കൂടി പറയാം. പോയിന്റ് ഇയിൽ നിന്നും E1ലേക്കുള്ള എൻ്റെ ഈ ഒരു ചേഞ്ചിൽ ഇക്വിലിബ്രിയം സാറ്റിസ്ഫാക്ഷൻ്റെ ചേഞ്ച്, ഇതും ബിക്കോസ് ഓഫ് എന്താണ്? പ്രൈസ് ഇഫക്റ്റ് ആണ്. ബിക്കോസ് ഓഫ് പ്രൈസ് ഇഫക്റ്റ് ആണ്. ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങനെ കാണിച്ചിട്ട് എന്തെന്ന് പറയാം? പ്രൈസ് ഇഫക്റ്റ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഓക്കെ, അത് പ്രൈസ് ഇഫക്റ്റ് ആണ്. ഓക്കെ, ദെൻ അപ്പോൾ ഇപ്പം എനിക്ക് എന്ത് വാങ്ങാൻ പറ്റി? OQ. എൻ്റെ എന്ത് മാറിയിട്ടില്ല? ഞാൻ ഇതൊന്നും ഇവിടെ മാറ്റിയിട്ടില്ല. അതായത് ഓറഞ്ച് കൺസംഷനോ ഒന്നും ഞാൻ മാറ്റിയിട്ടില്ല. എനിക്ക് മാറ്റേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഇവിടെ പ്രൈസ് കുറവാണ്. ഇതാണ് പ്രൈസ് ഇഫക്റ്റ് കേട്ടോ. അപ്പം ഇതേ സംഭവമാണ് ഞാനിതാ ഇവിടെ കൊടുത്തിട്ടുള്ളത്. സപ്പോസ് the price of X falls, price of apple falls, the money income remain constant. എൻ്റെ ഇൻകത്തിന് ഒരു മാറ്റമില്ല. This increases the real income of the consumer. എൻ്റെ പർച്ചേസിംഗ് പവർ, പർച്ചേസിംഗ് കപ്പാസിറ്റി മാത്രം ഇൻക്രീസ് ചെയ്തു. ആസ് എ റിസൾട്ട് the slope of budget line changes. ബഡ്ജറ്റ് ലൈൻ്റെ സ്ലോപ്പ് എന്ത് ചെയ്തു? ചേഞ്ച് ചെയ്തു. ആ ചേഞ്ച് എവിടെയാണ്? എ സി ആണ് ചേഞ്ച് ചെയ്തിട്ടുള്ളത്. അങ്ങനെ സ്ലോപ്പ് കൂടുന്നതിനെയാണ് റൊട്ടേഷൻ എന്ന് പറയുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് ഈ AB-യിൽ നിന്നും AC-യിലേക്ക് എൻ്റെ ബഡ്ജറ്റ് ലൈന് ഞാൻ എന്ത് ചെയ്തു? സ്ലോപ്പ് ചെയ്തു. അതിനാണ് റൊട്ടേറ്റ് ചെയ്തു. ഇൻ ദിസ് സിറ്റുവേഷൻ ദ കൺസ്യൂമർ മൂവ് ടു ഹയർ ഇൻഡിഫറൻസ് കർവ് IC2. ഈ സമയത്ത് എന്ത് ചെയ്തു? കൺസ്യൂമർ IC1ൽ കിട്ടിയിരുന്ന സാറ്റിസ്ഫാക്ഷൻ, ഫൗഷിബ ഹാപ്പിയാണ്. ബിക്കോസ് ആദ്യം കിട്ടിയിരുന്നത് 2 kg ഓഫ് ആപ്പിൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പ്രൈസ് കുറഞ്ഞപ്പോൾ എനിക്ക് 4 kg ആപ്പിൾ എൻജോയ് ചെയ്യാൻ പറ്റി. സോ ഐ ആം ഹാപ്പി. മൈ സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഹയർ ഇൻഡിഫറൻസ് കർവ് ഉണ്ടായി. സോ ആ IC2മായിട്ട് ബഡ്ജറ്റ് ലൈൻ ആയിട്ടുള്ള AC ടാൻജൻ്റ് ആയി. അപ്പോൾ E1 എന്ന് പറയുന്ന പുതിയ ഇക്വിലിബ്രിയം പോയിന്റ് ഉണ്ടായി. ഈ സമയത്ത് ഇയിൽ നിന്നും E1ലേക്ക് ഇക്വിലിബ്രിയം മൂവ് ചെയ്തു. അതേപോലെ തന്നെ എൻ്റെ പ്രൊഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റി എന്ത് സംഭവിച്ചു? OQവിൽ നിന്നും OQ1, അതായത് ഇത്രയും ഭാഗം വർദ്ധിച്ചു. അതാണ് എന്തെന്ന് പറയുന്നത്? പ്രൈസ് ഇഫക്റ്റ്. ഇപ്പം പ്രൈസ് ഇഫക്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ.